അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനിങ്ങളെ. വളരെ വേദനയോടെയാണ് ഇപ്പോൾ ഞാനിവിടെ ഇരിക്കുന്നത്. കഴിഞ്ഞ ദിവസമുണ്ടായ ആ ഒരു ലോറി അപകടം, അതിൽ മരണപ്പെട്ട 2 മുത്തഅല്ലിമികൾ, ഒന്നിച്ച് പഠിക്കുന്ന 5 മുത്തഅല്ലിമികൾ മൗലീദ് കഴിഞ്ഞ് വരുന്ന വഴിക്കായിരുന്നു ഈ ഒരു അപകടം നടക്കുന്നത്. തലപ്പാറ വീക്കത്തോടി അരിയത്തോട് നിർത്തിയിട്ട ലോറിയുടെ പിറകിലാണ് മുത്തഅല്ലിമിങ്ങൾ യാത്ര ചെയ്ത ഈ ഒരു കാർ ഇടിച്ചത്. കഴിഞ്ഞ ദിവസം എല്ലാവരെയും ഞെട്ടിച്ച ഒരു അപകടമായിരുന്നു ഇത്. ആ കാറൊക്കെ നമ്മൾ കണ്ടതാണ്. സുബ്ഹാനല്ലാഹ്. ആ ഒരു അപകടത്തിൽ 2 മുത്തഅല്ലിം മരണപ്പെട്ടു. വേലത്തൂർ സ്വദേശി ഉസ്മാൻ 24 വയസ്സ്, പിന്നെ വള്ളിക്കുന്ന് സ്വദേശി ഷാഹുൽ ഹമീദ് 23 വയസ്സ്. അതിൽ ഉസ്മാൻ അവിടുന്ന് തന്നെ മരണപ്പെട്ടിരുന്നു. ഷാഹുൽ ഹമീദ് ഹോസ്പിറ്റലിൽ വെച്ചു. പരിക്കേറ്റ് 3 പേര് ആശുപത്രിയിലും. പരിക്കേറ്റവർ അബ്ബാസ് 25 വയസ്സ്, സർജാസ് 24 വയസ്സ്, ഫഹദ് 24 വയസ്സ്. ഫഹദിൻ്റെ മരണവാർത്തയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളെ അറിയിക്കാനുള്ളത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഫഹദ് പടച്ചറബിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായി. പ്രിയപ്പെട്ടവരെ എല്ലാവരും ദുആ ചെയ്യണം. അപകടത്തിൽ പരിക്കേറ്റ ഫഹദ് മൊയ്തീൻ മുസ്ലിയാർ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ അവരുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും ദുആ ചെയ്യണം കേട്ടോ. നമ്മൾ ഇതുപോലുള്ള മരണവാർത്തകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരട്ടെ. ആമീൻ. പടച്ച റബ്ബേ, അപകടത്തിൽപ്പെട്ടവർക്ക് എത്രയും പെട്ടെന്ന് നീ പൂർണ്ണ ഷിഫയാക്കി കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, മരണപ്പെട്ടവർക്ക് നീ മഅഫിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ഹബീബായ തങ്ങളുടെ പൊരുത്തം ഈ മരണപ്പെട്ട മക്കൾക്ക് നീ കൊടുക്കണേ റബ്ബേ. ആശുപത്രിയിൽ കിടക്കുന്ന മക്കൾക്ക് എത്രയും പെട്ടെന്ന് നീ പൂർണ്ണ ഷിഫയാക്കി കൊടുക്കണേ റബ്ബേ, പൂർണ്ണ ഷിഫയാക്കി കൊടുക്കണേ അല്ലാഹുവേ. ഇതുപോലുള്ള പെട്ടെന്നുള്ള അപകടത്തിൽ നിന്നും എല്ലാവരെയും നീ കാക്കണേ റബ്ബേ. കീറിമുറിന് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, മരണപ്പെട്ടു പോയ ഈ മക്കളുടെ കുടുംബത്തിന്, അവരുടെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ആ മാതാപിതാക്കളുടെ ഒരുപാട് കാലത്തെ ആഗ്രഹമായിരിക്കും റബ്ബേ. ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമ കൊടുക്കണേ റബ്ബേ, സമാധാനം നീ കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ മക്കളുടെ ഖബർ നീ സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നീ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ. ദർജ നീ ഉയർത്തി കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ എല്ലാവരും ഈ മരണപ്പെട്ട മുത്തഅല്ലിമിന് വേണ്ടി എല്ലാവരും ദുആ ചെയ്യാൻ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിഹയും ഓതി ഹദിയ ചെയ്യുക. അപകടത്തിൽപ്പെട്ട ആ മക്കൾക്ക് എത്രയും പെട്ടെന്ന് പൂർണ്ണ ഷിഫയാക്കി കൊടുക്കാൻ എല്ലാവരും ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.